നമ്മുടെ F-35 വിമാനമുണ്ടല്ലോ, തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയത്. നമ്മുടെ നാരായണൻ തങ്കപ്പൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞ് ഇറക്കിയ വിമാനം ദിവസം 4ആയി. ഈ വിമാനം തിരിച്ചു പോയിട്ടില്ല. ഞാൻ വിചാരിച്ചടാ ഇത് ഫ്യൂവൽ തീർന്നു, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ അത് തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് അടിച്ചു കൊടുത്തിട്ടും ഇവൻ പോകുന്നില്ല. ഇവൻ ആദ്യത്തെ ദിവസം വലിയ ജാടയൊക്കെ ആയിരുന്നു. ഞാൻ വിമാനത്തിൻ്റെ ഒപ്പമേ ഇരിക്കുകയുള്ളൂ, എനിക്കൊരു കസേര തന്നാൽ മതി എന്ന്. ഒരു കസേരയും തങ്കപ്പൻ ചേട്ടന് ഇട്ട് കൊടുത്തു. നീ ഇവിടെ ഇരുന്നോ ഇത്ര വലിയ ഗമയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അല്ലേ നേരം വെളുത്തിട്ടും നാരായണൻ പോകുന്നില്ല. തങ്കപ്പൻ ചേട്ടൻ ചോദിച്ചു, നീ പോയില്ലേടാ, ഇത് ഇനി എന്താ നിനക്ക് വേണ്ടേ, പെട്രോളൊക്കെ അടിച്ചല്ലോ. അല്ല അത് പോകാൻ പറ്റില്ല ചേട്ടാ. അതെന്ത് കാര്യം? അല്ല അത് വേറെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ നാരായണൻ കപ്പലിലേക്ക്, ഇവിടെ വിമാനവാഹിനി കപ്പൽ HMS എന്താ പ്രിൻസ് ഓഫ് വെയിൽസ്, ബ്രിട്ടൻ്റെ വലിയ കപ്പലാണ് വിമാനവാഹിനി. അപ്പോൾ ഈ വാഹിനിയിൽ ഇവൻ വിളിച്ചു പറഞ്ഞു ഇതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഏത് F-35B ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യാഞ്ഞിട്ടാണ് ഇവൻ വന്ന് ഇറങ്ങിയത്, അല്ലാതെ പെട്രോൾ തീർന്നിട്ടൊന്നുമല്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ 450 നോട്ടിക്കൽ മൈൽ ഒറ്റയടിക്ക് പറക്കാൻ ഫ്യൂവലുള്ള സാധനമാണ് F-35B എന്നാണ് അമേരിക്കക്കാർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവൻ 100 നോട്ടിക്കൽ മൈൽ വെച്ച് തന്നെ ഇവൻ്റെ ഫ്യൂവൽ തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് പറന്നു 100, 200, പിന്നെ ഒരു 100 കൂടെ ഇതിലേക്ക് കാറ്റിൽപ്പെട്ട് പറന്നുപോയി എന്നൊക്കെ പറഞ്ഞു 300. എന്നാലും ഇവൻ്റെ പെട്രോൾ തീരാൻ പാടില്ലാത്ത, തിരിച്ച് കപ്പലിൽ എത്തേണ്ടതാണ്. എത്താഞ്ഞത് ഈ ഹൈഡ്രോളിക് പ്രശ്നം കൊണ്ടാണ്. അതിന് ഇന്നലെ സൂത്രത്തിന് ഒരു ഹെലികോപ്റ്ററിൽ MK-1I4 എന്നൊക്കെ പറഞ്ഞൊരു നമ്പറൊക്കെയുള്ള ഹെലികോപ്റ്ററിൽ കപ്പലിൽ നിന്ന് ആൾ വന്നിട്ട് അവന്മാർ ഇത് നന്നാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ശരിയായിട്ടില്ല. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഇന്ത്യ ഗവൺമെൻറ് ക്ലിയറൻസ് തരാൻ ചില ഫോർമാലിറ്റീസ് പെൻഡിങ് ഉണ്ട്. അതാണ്, ചില പ്രൊസീജിയറൊക്കെ ഉണ്ട് ഇതിന്. പ്രൊസീജിയർ, ഇതിനും മാത്രം എന്ത് പ്രൊസീജിയർ? തങ്കപ്പൻ ചേട്ടൻ അവിടെ ആഭ്യന്തര വകുപ്പിലോ ഇന്ത്യൻ എയർഫോഴ്സിലോ ഒക്കെ വെച്ചിട്ട് ഈ നാരായണനെ വിട്ടേക്കട്ടെ, വിട്ടരുത് ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഫോർമാലിറ്റി എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇമെയിൽ വഴി അയക്കുന്നതല്ലേ ഇതൊക്കെ. ബട്ട് സംഭവം ഒന്നുമല്ല, ഇവൻ്റെ വിമാനം തകരാറിലായി കിടക്കുകയാണ്. ഇനി അത് എന്ന് ശരിയാകുമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. എന്നാൽ നമ്മളാരെങ്കിലും കൊല്ലം ദാമോദരനെ വല്ലതും വിളിച്ചിട്ട് അത് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ്റെ വിമാനത്തിൽ നമ്മളാരും തൊടാൻ പാടില്ല, എന്നാൽ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് അമേരിക്കയുടെ വിമാനത്തിൻ്റെ ഗതി. ഞാനിന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ട്രംപ് ഞാനിപ്പോൾ ചെയ്തു കളയും എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ആ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ട്രംപ് പറയുകയാണ്, ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇടപെടണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇടപെട്ടു എന്ന് വരും, ചിലപ്പോൾ ഇടപെട്ടില്ലെന്നും വരും. പെടുകയോ പെടാതിരിക്കുകയോ ചെയ്യാം. നമ്മുടെ കാലാവസ്ഥാ പ്രവചനം പോലെയാണ്. മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ പെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവചനം വരാറില്ലേ? ഇതുപോലെ ഒരടി ആണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇയാളെയൊക്കെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടവനെ തല്ലിയാൽ മതി. ഞാൻ എന്താ പറയാം. ഇതിനിടയ്ക്ക് ഖമനൈ മുങ്ങി എന്ന് പറഞ്ഞ അടുത്ത വാർത്ത. ഖമനൈ റഷ്യയിലേക്ക് പോയി എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് ഇല്ല ഒമാനിലാണ് പോയിരിക്കുന്നത്. ഏതായാലും ഒമാനിൽ പോയോ റഷ്യയിൽ പോയോ കക്ഷി ഇറാനിൽ നിന്ന് കടന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഇറാനിലില്ല. അപ്പോൾ പക്ഷേ ഇത് ഇസ്രായേൽ ഇതൊന്നും വെറുതെ വിടാൻ ഇതില്ല. അവർ നാട് നീളെ ബോംബിട്ട് അങ്ങ് തകർക്കുകയാണ്. ഖമനൈ ഉണ്ടെന്ന് അവർക്ക് സംശയമുള്ള സ്ഥലത്ത് മുഴുവൻ അവർ ബോംബിട്ട് തീർക്കുന്നു. ഇതിനിടയ്ക്കാണ്, നിങ്ങൾക്കറിയാമല്ലോ, G7 മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് മലമറിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ട്രംപ് അവിടെ നിന്ന് സ്ഥലം വിട്ടു.
സ്ഥലം വിട്ടത് ഒരു മോശമായി പോയി. അപ്പം എന്തെങ്കിലും അതിന് പറയണമല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു, ആ ചേട്ടൻ പോയത് ഒരു സീസ് ഫയർ, ഇവർ തമ്മിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല, ഞാൻ വേറെ ചില കാര്യത്തിന് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ട്രംപിന് ഇല്ല. മാക്രോണിനെ അപമാനിച്ചു. അവൻ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. ഞാനതിന് വേണ്ടിയിട്ടൊന്നും ഇറങ്ങിയതല്ല, എനിക്ക് വേറെ ചില മലമറിക്കുന്ന പണിയുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് മാക്രോണിനെ ഒരുമാതിരി കൊച്ചാക്കി. മോദിയുമായിട്ട് അവിടെ കാണുമെന്ന് പറഞ്ഞിരുന്നു, അതും കണ്ടില്ല. അത് പിന്നെ കാണണമെന്നില്ല. കാരണം നമ്മൾ ഈ ഒന്നാമതേ ഈ G7 മെമ്പറൊന്നും അല്ല നമ്മൾ. G7 നമ്മളെ ഇൻവൈറ്റ് ചെയ്യും, നമ്മൾ സൗകര്യം ഉണ്ടെങ്കിൽ പോവും. പക്ഷേ നരേന്ദ്രമോദി 2018 മുതൽ തുടർച്ചയായിട്ട് ഈ G7 ക്ഷണിച്ചു കഴിഞ്ഞാൽ പുള്ളി പോകാറുണ്ട്. ഇത്തവണ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും ഒക്കെ ബഹളം വെച്ചുകൊണ്ടിരുന്നത്. എടാ, ഒരുത്തം കല്യാണത്തിന് ക്ഷണിച്ചില്ലെങ്കിൽ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ക്ഷണിച്ചാൽ പോവുക, അല്ലെങ്കിൽ പോകണ്ട, അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് കയറി. അങ്ങനെയല്ല, നമ്മളെ ക്ഷണിച്ചില്ല, നാണക്കേടാണ്, അതാണ് ഇതാണെന്നൊക്കെ എന്തു വാങ്ങിക്കോട്ടെ. അവർ ക്ഷണിച്ചു, മോദി അവിടെ പോവുകയും ചെയ്തു. അവിടുന്ന് ക്രൊയേഷ്യ എന്ന സ്ഥലത്തേക്ക് പോകണം മോദിക്ക്. ക്രൊയേഷ്യ ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു, മോദിയെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിൽ കാണാൻ പറ്റിയില്ലല്ലോ ചേട്ടാ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഈ കാനഡയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി ഇവിടെ ഒന്ന് കയറിയിട്ട് പൊക്കോ. അവിടെ അയൽവക്കത്താണല്ലോ അമേരിക്ക. മോദി പറഞ്ഞു, അയ്യോ പറ്റില്ല, ഞാനേ ക്രൊയേഷ്യയിൽ പോകാനിരിക്കുക, ക്രൊയേഷ്യയിൽ നിന്ന് എനിക്ക് തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പോവുകയും വേണം, നമുക്ക് വേറൊരു ദിവസം കാണാം എന്ന് പറഞ്ഞു. ഇത് ഇങ്ങേര് ഒട്ടും പ്രതീക്ഷിച്ചില്ല ട്രംപ്. കാരണം ട്രംപ് നമ്മളുടെ പാകിസ്ഥാനിലെ അസീം മുനീറിനെ ക്ഷണിച്ച് ഡിന്നറോ ലഞ്ചോ ഏതാണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ മോദി വിചാരിച്ചു, അയാൾ അവിടെ പോകുന്ന സമയത്ത് ഞാനെന്തിനാണ് അവിടെ കയറി ചെല്ലുന്നത്? ട്രംപിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും ഏതെങ്കിലും ഒരു കുടുക്കിലാക്കുക എന്നുള്ളതാണ്. ആണോ എന്നൊരു സംശയം മോദിക്ക്. അതുകൊണ്ട് മോദി പറഞ്ഞു, ഞാൻ വരുന്നില്ല. മാത്രമല്ല, ക്രൊയേഷ്യ രാജ്യം ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്നത് അവരെ അപമാനിക്കുന്ന പോലെ ആകില്ലേ. അമേരിക്ക വിളിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി എന്നൊക്കെ ഒരു രാജ്യത്തോട് പറയാൻ പറ്റുമോ? അവർ പറയാം, അപ്പം നിങ്ങൾക്ക് അമേരിക്കയാണ് വലുതല്ലേ എന്നൊക്കെ ചോദിക്കും. ഏടാകൂടത്തിലൊന്നും പോകണ്ട. ഫോണിൽ വിളിച്ച് ട്രംപാണ് മോദിയെ വിളിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ വിക്രം മിസ്ത്രി, വിദേശകാര്യ സെക്രട്ടറി, പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ ഫോൺ സന്ദേശം ഉണ്ടായി, സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ മോദി മറ്റേ പഴയ കണക്ക് തീർത്തു. ചേട്ടനിങ്ങനെ ഞാനാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇത് തീർത്തത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കരുത്, നാണക്കേടല്ലേ, മോശമല്ലേ ഇതൊക്കെ, ചേട്ടൻ എന്ത് കുന്തം ചെയ്തെന്നാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചു. ട്രംപ് ആകെ വഷളായി. ഇതെല്ലാം വിക്രം മിസ്ത്രി പറയുകയും ചെയ്തു. മോദി പറഞ്ഞു, ഇതൊക്കെ മെനകേടാണ്, വെറുതെ വേണ്ടാത്തതൊക്കെ പറയാതെ എന്നൊക്കെ പറഞ്ഞു. എന്തു വാങ്ങിക്കോട്ടെ, മോദി അങ്ങോട്ട് പോയില്ല. ഇപ്പോൾ മോദി പോകാത്തതിന് കോൺഗ്രസ്സുകാർ ചിലപ്പോൾ കുറ്റം പറയും, അങ്ങേര് വിളിക്കുമ്പോൾ അവിടെ പോകേണ്ടതെന്ന്. അങ്ങനെ പോകാൻ പറ്റില്ല. ചുമ്മാ വിളിക്കുന്നിടത്തൊന്നും മോദി പോകില്ല. ക്രൊയേഷ്യ നേരത്തെ തന്നെ കാനഡയിൽ നിന്ന് ക്രൊയേഷ്യക്ക് പോവുക, അവിടെ നിന്ന് തിരിച്ചു വരിക, ഇത് പ്രോഗ്രാം ഫിക്സ് ചെയ്ത പ്രോഗ്രാമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം അങ്ങനെ അങ്ങ് മാറ്റാൻ ഉദ്ദേശമില്ല എന്നൊരു മെസ്സേജ് അമേരിക്കയ്ക്കും ട്രംപിനും ഒക്കെ കിട്ടണം. ഈ അമേരിക്ക എന്ന് പറയുന്നത് ഭൂലോകത്തിൻ്റെ വലിയ ഉടയോനാണ് എന്നുള്ള അവരുടെ ഭാവമുണ്ടല്ലോ, അതും ഒന്ന് കുറയ്ക്കണം. അത് കുറയ്ക്കാൻ നമ്മുടെ കയ്യിൽ കിട്ടിയ പറ്റിയ സാധനമാണ് ഇപ്പോൾ ഈ F-35B. ഈ ഒരൊറ്റ സാധനം വെച്ച് അമേരിക്കയോട് ചോദിക്കാം, എന്തോന്നുള്ളത് ദിവസം എത്രയായി തൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നു, ഈ വണ്ടി നന്നാക്കി കൊണ്ടുപോകാൻ തനിക്ക് കേൾപ്പില്ല, എന്നിട്ട് താനാണ് ഈ ലോകം മുഴുവൻ അങ്ങോട്ട് കീഴടക്കി ഭരിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കണം. അത് വേണ്ടപ്പെട്ടവർ ചോദിച്ച് കണക്കിട്ട് ഇതൊന്നും ആരും പരസ്യമായിട്ട് ചോദിക്കില്ല. നമ്മൾ നാണം കെടുത്താനൊന്നും പോവില്ല, പോവുകയും ചെയ്യരുത്. അതൊരു ശരിയല്ല. അവരുടെ ഒരു വിമാനം കേടായി എന്ന് പറഞ്ഞിട്ട് അവരെ കംപ്ലീറ്റ് അപ്പൂപ്പനെ കൂട്ടി നമ്മൾ ചീത്ത പറയുന്നത് ശരിയാണ്. ബട്ട് ഈ പറയുന്ന മാതിരിയുള്ള വലിയ മഹത്വമൊന്നും
ട്രംപിനില്ലെന്നും ട്രംപിൻ്റെ ആയുധങ്ങൾക്കില്ലെന്നും ഏകദേശം മനസ്സിലായി വരുന്നു. ഞാനിത് പറയുമ്പോൾ അമേരിക്കക്കാരായ അമേരിക്കയിലുള്ള അമേരിക്കൻ പൗരന്മാർ ആയവരും അല്ലാത്തവരും ഒക്കെ ആയ മലയാളികൾക്ക് പോലും എന്നോട് ദേഷ്യം തോന്നും. അമേരിക്കയെ കൊച്ചാക്കി പറയും. ഞാൻ കൊച്ചാക്കി പറയുമൊന്നുമല്ല, ഇത് കൺമുമ്പിൽ കാണുന്നതല്ലേ. ഇപ്പോൾ ഈ ട്രംപിൻ്റെ സർക്കസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ കൂടെയല്ലേ ഈ F-35Bയുടെ ഈ ഫെയില്യൂറും. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കാൻ അതൊരു മര്യാദയാണ്. നമ്മളത് കൂട്ടി വായിക്കണ്ടേ, അതല്ലേ അതിൻ്റെ ഒരു നേരും നെറിയുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ഇല്ലാത്ത പൊങ്ങച്ചം എല്ലാവരെയും ഞാനങ്ങ് തീർത്ത് കളയും, എല്ലാവരെയും ഞാനങ്ങ് ഇല്ലാതാക്കി കളയും, സകലവരെയും ഞാൻ കാശ് കാണിച്ച് പേടിപ്പിച്ച് ഞാൻ പറയുന്നിടത്ത് ഒപ്പിടിക്കും എന്നൊക്കെയുള്ള ട്രംപിൻ്റെ ഭാവം അത്ര ശരിയല്ല. എന്നാൽ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ. ആ കാര്യവും പറയണമല്ലോ. അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ തലങ്ങും വിലങ്ങും അടിച്ച് എൻ്റെ ദൈവമേ ഇറാൻ്റെ കഥ കഴിക്കുന്ന രീതിയിലാണ് അവരുടെ അടി. ഇനിയിപ്പോൾ ഖമനേയി എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മൂപ്പിലെ ഈ പറഞ്ഞ പോലെ ഒമാനിൽ പോവുകയോ റഷ്യയിൽ പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേരുടെ ജീവൻ രക്ഷിക്കാം എന്നുള്ളതല്ലാതെ ബാക്കി ആൾക്കാർ എന്ത് ചെയ്യും? 10 കോടിയാണെന്ന് ഇറാൻ്റെ ജനസംഖ്യ, 1ഉം 2ഉം അല്ല, 10 കോടി. ഈ 10 കോടി ജനങ്ങളുടെ സ്ഥിതി എന്താവും? ഇത് വല്ലതും ഈ പറഞ്ഞ ഖമനേയി പോട്ടെ, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്ന ഈ കുഞ്ഞു ജിഹാദികൾക്കോ എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? മനുഷ്യജീവനിട്ടല്ലേ ഈ കളിക്കുന്നത്. എന്നിട്ട് സിന്ദാബാദ് സിന്ദാബാദ്, ഖമനേയി സിന്ദാബാദ്. ഇവിടെ കിടന്ന് സിന്ദാബാദ് വിളിച്ചിട്ട് എന്താ കാര്യം? അവിടെ കാര്യമൊന്നും നടക്കുന്നില്ല. അവിടെ കാര്യം ഇസ്രായേൽ തീരുമാനിക്കുന്ന പോലെ നടക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നെ കാണാം. താങ്ക് യു.